പ്രതീക്ഷിച്ചിരുന്നില്ല. പിണറായി വിജയൻ ലീഡ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. പിണറായി വിജയൻ ലീഡ് ചെയ്യണം 1536 വോട്ടുകൾക്ക്. 1536 വോട്ടുകൾക്ക് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. 7ാമത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ പിണറായി വിജയന്റെ ലീഡ് 1536 വോട്ടുകൾക്ക്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ CPM-കാർക്കും ആശ്വാസമായി പിണറായി 7ാം റൗണ്ടിൽ ലീഡിലെത്തിയിരിക്കുന്നു. പിണറായി 6 റൗണ്ടിലും പുറകിലായിരുന്നു. ഇപ്പോൾ 7ാം റൗണ്ടിൽ 1736 വോട്ടുകൾക്ക് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് തിരിച്ചു പിടിക്കുന്നു. അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ താൻ 6 റൗണ്ടിലെങ്കിലും മുന്നിൽ നിന്നല്ലോ, അത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് കൗണ്ടിംഗ് ആരംഭിച്ച ശേഷം ആദ്യമായി ലീഡിലേക്ക് വരുന്നു. പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു 1736 വോട്ടുകൾക്ക്. 6 റൗണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ക്യാപ്റ്റന് മുന്നിൽ എന്ന ലേബലിലേക്ക് അല്ലെങ്കിൽ ലീഡ് എന്ന നിലയിലേക്ക് ആ പട്ടികയിലേക്ക് എത്താൻ സാധിച്ചുള്ളൂ. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇനി വോട്ടുകൾ എണ്ണേണ്ടത് ഇടതു കോട്ടകളിൽ തന്നെയാണ്. അതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. അവിടെ പോളിംഗ് സ്റ്റേഷനിൽ പോലും ബൂത്ത് ഏജന്റുമാരെ ഇരുത്താൻ പോലും പറ്റാത്ത അത്രമേൽ വലിയ പാർട്ടി കേന്ദ്രങ്ങളിൽ ആണ് ഇനി വോട്ടെണ്ണേണ്ടത്. അവിടെ താൻ പിന്നോട്ട് പോയേക്കാം. പക്ഷേ ജനാധിപത്യം പുലർന്നിരുന്ന ഇടങ്ങളിൽ, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഇടങ്ങളിൽ, തനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയ ഇടങ്ങളിൽ തനിക്ക് തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തത് എന്നതായിരുന്നു അബ്ദുൾ റഷീദിന്റെ പ്രതികരണം. ഇനി രഞ്ജിത്ത്, ഈ ഒരു മുന്നേറ്റം, അതായത് പിണറായിയുടെ ടാലി ഇനി ഒരിക്കലും പിന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്തരം ബൂത്തുകളിൽ നിന്നുള്ള വോട്ടുകൾ ആണ് ഇനി എണ്ണേണ്ടത്. അങ്ങനെ 6ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. 1536 വോട്ടുകൾക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ 7ാം റൗണ്ട്, 8ാം റൗണ്ട്, 9ാം റൗണ്ട് അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ആ ലീഡ് മാറും. പക്ഷേ അവിടെ പിണറായി വിജയന് നേടാൻ സാധിക്കുന്ന ഭൂരിപക്ഷം തീർച്ചയായും രാഷ്ട്രീയ കേരളം മാത്രമല്ല CPIM കേന്ദ്രങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ എത്ര ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്നത് തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട ചർച്ചയായി മാറാൻ പോകുന്നത്. അങ്ങനെ ധർമ്മടത്ത് ആശ്വാസമാകുന്നു CPM-ന് എങ്കിൽ തളിപ്പറമ്പിൽ ഇപ്പോഴും സാഹചര്യം വ്യത്യസ്തമാണ്. പയ്യന്നൂരിൽ സാഹചര്യം വ്യത്യസ്തമാണ്. ധർമ്മടത്തിന് മാത്രമാണ് ഇപ്പോൾ ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊരു അഭിലാഷ് വലിയ പരാജയത്തിലേക്ക്, അതായത് കണ്ണൂരിന്റെ കോട്ട കൊത്തളങ്ങൾ ഇളകുന്നു. കണ്ണൂരിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും ലഭിക്കാതെ ആകുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചു. ഞാനൊക്കെ അവിടെ പോയി അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചാണ്. ഒരു കാരണവശാലും അവിടെ തോൽക്കില്ല. കുഞ്ഞികൃഷ്ണൻ ഇറങ്ങിയാലും മസൂദിന് ഇറങ്ങിയാലും ആരും തോൽക്കില്ല, ഞങ്ങളുടെ കോട്ട ഉറച്ചതാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് CPM-ന്റെ സാക്ഷാൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള. PK ശ്യാമളക്കെതിരെ അവിടെ വലിയ എതിർപ്പുണ്ടായിരുന്നു തളിപ്പറമ്പിൽ, സംശയമില്ല. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി എതിർത്താണ് അവിടെ മത്സരിക്കുന്നത് TK ഗോവിന്ദൻ എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരെ വലിയ സുകന്യ എന്ന് പറഞ്ഞ അവിടുത്തെ നേതാവിനെ മത്സരിപ്പിക്കാൻ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു. സുകന്യയെ മാറ്റി PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ MV ഗോവിന്ദൻ 27,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ഒരു മണ്ഡലമാണ്, മനസ്സിലാക്കണം. അവിടെ TK ഗോവിന്ദൻ എന്ന ഒറ്റയാൻ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടതാണ്. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ട് എങ്കിൽ പോലും ഓരോ സ്ഥലത്തും ഒറ്റയാനായി സഞ്ചരിച്ച TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണന്റെ കൂടെ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നില്ല, ജനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു കുഞ്ഞികൃഷ്ണനോട്, എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണ നിങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പം കൂട്ടുന്നില്ല? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി ജയിക്കാൻ, എനിക്ക് ഇവിടുത്തെ ഓരോ വീടും പരിചയമാണ്, ഞാൻ എല്ലാവരെയും കാണും, എല്ലാവരുമായി സംസാരിക്കും, എല്ലാവരോടും കാര്യങ്ങൾ വിശദീകരിക്കും, അവിടെ നടന്ന ഫണ്ട് തിരിമറി അടക്കം ജനത്തിന് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അവിടെ അട്ടിമറി ജയം നേടുന്നു. കോൺഗ്രസിന്റെ വിസ്മയങ്ങളായി TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും G സുധാകരനും മാറുന്നു. തിരിമറിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആയിരുന്നു ഉയർന്നു വന്നത് എന്നതാണ് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. പാർട്ടി പ്രവർത്തകർ പിരിച്ചെടുത്ത ഫണ്ട് ദുരുപയോഗം ചെയ്തു, അതിൽ വലിയ തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി എന്നുള്ളതായിരുന്നു ഇപ്പോൾ കേരള കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മത്സരിച്ച എല്ലായിടങ്ങളിലും കേരള കോൺഗ്രസ് പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.